ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിടിലം ഇൻഫർമേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 99% ആൾക്കാർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള 99% അല്ലെങ്കിൽ 100% ആൾക്കാരും ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, യൂസ്ഡ് കാർ ലോൺ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഇല്ല അപ്ലൈ ചെയ്യാത്തവരായി ആരുമില്ല. ചില സമയങ്ങളിൽ നമ്മുടെ ഏരിയ പ്രോബ്ലം കൊണ്ട് ലോൺ റിജക്റ്റ് ആകാം, അല്ലെങ്കിൽ ബാങ്കിങ് കൊണ്ട് റിജക്റ്റ് ആകാം, ഏറ്റവും കൂടുതൽ വരുന്ന സിബിൽ ഇഷ്യൂസ് കൊണ്ട് റിജക്റ്റ് ആകാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലോൺ റിജക്റ്റ് ആകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പല ആൾക്കാരും പല പല ലോണുകളിൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലൈ ചെയ്തതിനാണ്. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച്, അതായത് നിങ്ങളുടെ ബാങ്കിങ്, നിങ്ങളുടെ സിബിൽ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന പല പല ഒരു ബാങ്കിങ് സിസ്റ്റത്തെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, 6 മാസത്തിൽ ഏതെങ്കിലും ഒരു തവണ ബാങ്ക് മീൻസ് എന്തെങ്കിലും ഡ്യൂ വന്നവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക, അവർക്ക് കിട്ടില്ല. പറഞ്ഞ് മനസ്സിലായല്ലോ. ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ലോൺ ബൗൺസ് ആവുകയോ EMI ഡ്യൂ ആവുകയോ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഡ്യൂ ആവുകയോ ചെയ്തവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. അവർക്ക് ആർക്കും ഒരു 2 വർഷം കഴിയാതെ ഒരു ആപ്പിൽ നിന്നും കിട്ടില്ല. മീൻസ് അപൂർവമായിട്ട് ചിലപ്പോൾ കിട്ടുമെന്നല്ലാതെ അല്ലാതെ കിട്ടില്ല. അപ്പോൾ അവരുടെ സമയം വേസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഈ ഒരു വർഷമായിട്ട് റൈറ്റ് ഓഫും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്, റൈറ്റ് ഓഫ് അറിയാമല്ലോ, നമ്മൾ ഒരു ലോൺ എടുത്ത് പൊട്ടി തകർന്ന് ആകെ തരിപ്പണമായിരിക്കുന്നു, അത് ബാങ്ക് വിളിച്ചു പിന്നെ കേസാക്കി, നിങ്ങൾ സിബിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും റൈറ്റ് ഓഫ്, റിട്ടേൺ ഓഫ് എന്നൊക്കെ എഴുതി കാണിക്കും. അത് അവർ കേസ് ഫയൽ ചെയ്ത കേസാണ്. അപ്പോൾ അങ്ങനെയുള്ളവരും ദയവ് ചെയ്ത് അപ്ലൈ ചെയ്യാതിരിക്കുക, കിട്ടില്ല. വെറുതെ നിങ്ങളുടെ സമയം പോകും, നിങ്ങളുടെ സിബിലും നഷ്ടമാകും. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൻക്വയറീസ് വരും, സിബിലും നഷ്ടമാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അല്ലാത്തവർ ഈ വീഡിയോ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇത് ആപ്ലിക്കേഷനല്ല, ഒരു 10-25 ലോൺ ആപ്ലിക്കേഷനും ക്രെഡിറ്റ് കാർഡ് പല പല ബാങ്കിൻ്റെ, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, അങ്ങനെ പല ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡും അടങ്ങിയിരിക്കുന്ന ഒരു ഗാലക്സി ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ ഒരു പെൻഡിങ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഷോർട്ടേജ് എന്ന് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇത് നോക്കി ദയവ് ചെയ്ത് ചെയ്യുക, അല്ലാതെ ആരും ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് കിട്ടില്ല, വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകും. അപ്പോൾ ലിങ്കും മറ്റു കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അത് നോക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് എലിജിബിലിറ്റി വേണ്ടതെന്ന് ഇവിടെ വായിച്ച് നോക്കുക. ഇതാണ് പറഞ്ഞത്, നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഇവിടെ ലോൺ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ ഇതാണ്. ഇത് നോക്കാതെ ആരും പോകരുത്. ഇവിടെ കൊടുത്തിരിക്കുന്ന വയസ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരില്ല, അത് ഒരുപാട് ലെങ്തി ആവും വീഡിയോ. അതുകൊണ്ട് ഇതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇത് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ കിട്ടുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ. ഈ ക്രെഡിറ്റ് പിക്ക് വേണ്ട വയസ്സ് 21 മുതൽ 50 വയസ്സ് വരെയാണ്. മന്ത്ലി ഇൻകം അവർ ചോദിച്ചിരിക്കുന്ന 10,000 രൂപയാണ്. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ലോൺ കിട്ടുകയുള്ളൂ. ഇത് സാലറീസിനും സെൽഫ് എംപ്ലോയീസിനും ഈ ലോൺ ലഭിക്കുന്നതാണ്. ഈ ഡോക്യുമെൻറ്റ്സ് വേണ്ടതറിയുള്ളൂ, ഫോട്ടോഗ്രാഫ്, ആധാർ കാർഡ്, പാൻ കാർഡ്. പിന്നെ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ബേസിലാണെങ്കിൽ നിങ്ങൾ ആ സാലറി സ്ലിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ ലോൺ സർവീസ് ഇന്ത്യൻസിന് അതൊക്കെ നോർമലി നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് ക്രെഡിറ്റ് ബിക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് സാലറി ഇല്ലാത്തവർക്കാണെങ്കിൽ ആദ്യമേ 5,000 രൂപ മുതൽ മീൻസ് ഒരു 1,00,000 രൂപ വരെ കിട്ടും. അത് നിങ്ങൾ എടുത്തെടുത്ത് പോകുമ്പോൾ കിട്ടും. പിന്നെ സാലറി ഉള്ളവർക്ക് നിങ്ങളുടെ സാലറി ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടും. 50,000, 1,00,000, 2,00,000 രൂപ വരെ അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്രെഡിറ്റ് ബി. ഇനി അടുത്തത് പ്രിഫർ ലോൺ ആപ്ലിക്കേഷനാണ്. ഇതും സാലറീസിനും സെൽഫ് എംപ്ലോയീസിനും കിട്ടും. മിനിമം മന്ത്ലി ഇൻകം ഇതിൽ ആവശ്യമാണ്. സാലറീസിലാണെങ്കിൽ 18,000 രൂപ വേണം. മെട്രോ സിറ്റീസിലുള്ളവരാണെങ്കിൽ 18,000 രൂപ സാലറി വേണം. ടയർ 2 സിറ്റീസിലാണെങ്കിൽ 15,000 രൂപ സാലറിയാണ് വേണ്ടത്. സെൽഫ് എംപ്ലോയീസിന് 20,000 രൂപ മസ്റ്റായിട്ടും നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ കാണണം. ഏജ് ചോദിച്ചിരിക്കുന്നത് 22 മുതൽ 55 വയസ്സ് വരെയാണ്. സിബിൽ സ്കോർ വേണ്ടത് 725 സിബിൽ സ്കോർ വേണ്ടത്. ലിമിറ്റഡ് ലൊക്കേഷനിൽ മാത്രമേ നിങ്ങൾക്കിത് കിട്ടുകയുള്ളൂ. അത് ഞാനിത് ഞാനിപ്പോൾ ലോൺ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിരിക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ പിൻ നമ്പർ കൊടുക്കുമ്പോൾ അവിടെ സർവീസബിൾ ആണോ അല്ലയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് നോക്കി നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഈ എല്ലാ ആപ്പും ആ ഒരു ലിങ്കിൽ കാണും, അത് നോക്കി നിങ്ങൾ ചെയ്യുക. ഇനി ഇൻക്രെഡ് ഫിനാൻസ് ആണ്. സാലറീസിനും സെൽഫ് എംപ്ലോയീസിനും ഇവർ ലോൺ കൊടുക്കും. 21 വയസ്സ് മുതൽ 55 വയസ്സിലുള്ളവർക്കാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. മന്ത്ലി ഇൻകം 20,000 രൂപ വേണം. കസ്റ്റമറിന് പാൻ കാർഡ് ആവശ്യമാണ്. ലാസ്റ്റ് 12 മാസത്തെ ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് അവർ നോക്കുന്നത്, അത് ക്ലിയർ ആയിരിക്കണം. ക്രെഡിറ്റ് സ്കോർ വേണ്ടത് 650 ആണ്. ലിമിറ്റഡ് പിൻകോഡ്സിൽ മാത്രമേ ഈ ഓഫർ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ചെറിയ സിബിൽ സ്കോറിൽ 650 കൊടുക്കുന്നത് എവരാണ് തോന്നുന്നു, ഇൻക്രെഡ് ആണ് തോന്നുന്നു.
അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾ നോക്കുക. അടുത്തത് പേഴ്സൺസ് ആണ്. വയസ്സ് വരുന്നത് 20 മുതൽ 60 വയസ്സ് വരെയാണ്. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് സാലറീസിനും കിട്ടും, സെൽഫ് എംപ്ലോയീസിനും കിട്ടും. മിനിമം മന്ത്ലി ഇൻകം വേണ്ടത് 20,000 രൂപയാണ്. ഡോക്യുമെൻറ്റ്സ് വേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ്, 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതും ലിമിറ്റഡ് സിറ്റീസിലാണ്. അത് പാൻ കാർഡ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിൻ നമ്പർ ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം. ആ ഒരു ലിങ്കിൽ തന്നെ കാണാം. നിങ്ങളവിടെ പിൻ നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ നോക്കിയിട്ട് ചെയ്യുക. ക്രെഡിറ്റ് സ്കോർ വേണ്ടത് 650 ഇതൊരു ആവറേജ് സിബിൽ സ്കോർ മതി. സാധാരണ ബാങ്കിലൊക്കെ 700, 750 ചോദിക്കും. ഇവിടെ 650 മതി. അപ്പോൾ നിങ്ങൾ ഏതാണ് ആപ്പ് നോക്കി കൺഫ്യൂഷൻ അടിക്കണം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആപ്പിൻ്റെ പേര് വരും. നിങ്ങൾ അതിൽ നോക്കി ചെയ്യുക. ഈ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഏതിലാണോ ഉള്ളത് അത് നോക്കി ചെയ്യുക. ഇനി മണി വ്യൂ ആണ്. സെൽഫ് എംപ്ലോയീസിനും സാലറീസിനും കിട്ടും. കുറഞ്ഞ സാലറി മതി, 13,500 രൂപ മതി. ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കണം. ക്രെഡിറ്റ് സ്കോർ 650 മതി. 21 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ളവർക്ക് കിട്ടും. നോ പേയ്മെൻറ്റ് ഡിലേസ് ഫോർ മോർ ദാൻ 15 ഡേയ്സ് ഇൻ പ്രീവിയസ് EMIs. നിങ്ങൾ മുമ്പ് ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 15 ദിവസത്തിന് മുമ്പ് ഒരു EMI ഡ്യൂവും വരാൻ പാടില്ല. ഡിലേ ഒന്നും വന്നാൽ അത് കിട്ടില്ല. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ സെറ്റിൽമെൻറ്റ് കേസോ റൈറ്റ് ഓഫ് കേസോ ലാസ്റ്റ് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് റൈറ്റ് ഓഫോ സെറ്റിൽമെൻറ്റ് കേസോ വരികയാണെങ്കിൽ അവർ ചെയ്യില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, 3 വർഷത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ സെറ്റിൽമെൻറ്റോ റൈറ്റ് ഓഫോ വന്നാൽ നിങ്ങൾ എടുക്കരുത്. പിന്നെ എന്തെങ്കിലും EMI ഡ്യൂ 15 ദിവസത്തിനുള്ളിൽ വന്നാൽ തന്നെ അവർ ചെയ്യില്ല. ഇത് സാലറീസിനും സെൽഫ് എംപ്ലോയീസിനും കിട്ടും. ഇത് വരുന്നത് 5 ആണ്. 5 ലോൺസ് ആണ്. ഇനി അതായത് 5 യൂസ് ചെയ്യുന്ന ന്യൂ കസ്റ്റമേഴ്സിനെ ഇത് ലഭിക്കുകയുള്ളൂ. സാലറീസിന് മാത്രമേ കിട്ടുകയുള്ളൂ, സെൽഫ് എംപ്ലോയീസിന് കിട്ടില്ല. അപ്പോൾ ഇത് നോക്കുക. ഇതിൽ തന്നെ സെൽഫ് എംപ്ലോയീസും ഇത് ചെയ്യും, അവർക്ക് റിജക്റ്റായി പോകും, സിബിൽ സ്കോർ പോകും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇനി ഇൻകം വേണ്ടത് 18,000. ടയർ 1 സിറ്റീസിൽ 18,000 സാലറി വേണം. ടയർ 2 സിറ്റീസിൽ 15,000 സാലറി വേണം. ഏജ് വരുന്നത് 21 വയസ്സ് മുതൽ 55 വയസ്സിനാണ് ഏജ് അവർ നോക്കുന്നത്. ക്രെഡിറ്റ് സ്കോർ 550 ആണ്. അപ്പോൾ ഏറ്റവും ലോ സിബിൽ സ്കോറിൽ കൊടുക്കുന്ന ഈ ഒരു 5 ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇഫ് നോ ക്രെഡിറ്റ് സ്കോർ ഏജ് ഷുഡ് ബി ബിലോ 35 ഇയേഴ്സ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ 35 വയസ്സിന് താഴെ ആയിരിക്കണം ഏജ്. ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത്, ലോൺ എടുത്ത് പൊട്ടിത്തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ള ഉദ്ദേശിച്ചത്. ചില ആൾക്കാർക്ക് ഈ ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ -1 എന്നൊരു ഓപ്ഷൻ ഉണ്ട് സിബിലിൽ. അങ്ങനെയുള്ളവർക്ക് ലോണൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് നെഗറ്റീവ് നോ ക്രെഡിറ്റ് സ്കോർ എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ സിവിൽ ലോൺ എടുത്ത് നമ്മുടെ എന്താ പറയുന്നത് 10 വർഷം മുമ്പ് എടുത്ത് ഇന്നെങ്കിലും ഒരു EMI പോലും അടയ്ക്കാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഷുഡ് ഹാവ് നോ ആക്റ്റീവ് പെൻഡിങ് ഡ്യൂസ് ഒന്നും വരാൻ പാടില്ല. പിന്നെ ഹൈ സോഴ്സ് ചാൻസ് ഇഫ് ഹാസ് ക്രെഡിറ്റ് കാർഡ് ഓർ ഹോം ലോൺ ഓർ കാർ ലോൺ. ഇപ്പോൾ ഇങ്ങനെ ലോൺ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഹോം ലോണോ കാർ ലോണോ ഉള്ളവർക്ക് സാലറി 30,000 രൂപ മതി. 30,000 രൂപയിൽ താഴെ മതി. വലിയ സക്സസ് ചാൻസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് പ്രിവോ പേഴ്സണൽ ലോണാണ്. ഇത് സാലറീസിനും സെൽഫ് എംപ്ലോയീസിനും കിട്ടും. നിങ്ങൾ ആ മന്ത്ലി ഇൻഹാൻസ് സാലറി 10,000 രൂപ മതി. മിനിമം സിബിൽ സ്കോർ വേണ്ടത് 670 ആണ്. ഇനി ക്രെഡിറ്റ് ബോർഡിൽ നെഗറ്റീവ് റിപ്പോർട്ടൊന്നും വരാൻ പാടില്ല. അതായത് ഈ ഓവർ ഡ്യൂ കാര്യങ്ങളോ അങ്ങനെ ഒരുപാട് വരാൻ പാടില്ല. 1-2 ഒക്കെ വന്നാൽ അവർ ചിലപ്പോൾ ചെയ്യും. ഇനി ഏജ് വേണ്ടത് 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ്. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഓപ്ഷൻ കിട്ടുകയുള്ളൂ. ഇനി വരുന്നത് L&T ഫിനാൻസ് ആണ്. അതിൽ 23 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ളവർക്ക് ലഭിക്കും. സാലറീസിനും കിട്ടും, സെൽഫ് എംപ്ലോയീസിനും കിട്ടും. കറണ്ട് അഡ്രസ് പ്രൂഫ് ഇതിൽ ആവശ്യമാണ്. നിങ്ങളിപ്പോൾ കൊല്ലത്ത് നിന്ന് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എറണാകുളത്തുള്ള റെൻ്റൽ അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഗ്യാസ് ബില്ല്, LIC, ബ്രോഡ്ബാൻഡ് ബില്ല് അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇതിൽ ആവശ്യമാണ്. പാനും ആധാറും മസ്റ്റാണ് ഏതിലും ഉള്ളൂ. ഇനി ലെൻഡിങ് കാർട്ടാണ്. ഇത് സെൽഫ് എംപ്ലോയീസിനാണ് ലഭിക്കുന്നത്. അതായത് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ദാറ്റ് ഹാസ് ബീൻ ഓപ്പറേറ്റഡ് ഫോർ മോർ ദാൻ 6 മന്ത്സ്. 6 മാസത്തിൽ കൂടുതൽ ഒരു ബിസിനസ് ഉള്ള ആൾക്കാർക്കാണ് ഈ ലോൺ ലഭിക്കുന്നത്. ബിസിനസ് ലോണാണ്, വളരെ സിമ്പിളായിട്ട് കിട്ടുന്നത്. എ മിനിമം ടേൺ ഓവർ ഓഫ് 19,000 ഓർ മോർ ഇൻ ഫാസ്റ്റ് 3 മന്ത്സ്. കഴിഞ്ഞ 3 മാസത്തിൽ 90,000 അതിൽ കൂടുതലോ ടേൺ ഓവർ ഉള്ള ബിസിനസ് ഓണേഴ്സിനാണ് ഇത് ലഭിക്കുന്നത്. ബിസിനസ് ഷുഡ് നോട്ട് ബി ഫോൾ അണ്ടർ ബ്ലാക്ക് ലിസ്റ്റഡ് എക്സ്ക്ലൂഡ് ലിസ്റ്റ് ഓഫ് SBI ഫിനാൻസ്. അതായത് നിങ്ങളുടെ ബിസിനസ് ബ്ലാക്ക് ലിസ്റ്റിൽ വരുന്നതോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ വരുന്ന ബിസിനസ് എന്തൊക്കെ അറിയാമല്ലോ നമുക്ക്. ഈ നമ്മൾ സാധാരണ ബാങ്ക് ലോൺ കൊടുക്കാത്ത ബിസിനസ്, ഈ ചൂതാട്ട കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഗോൾഫ്, പിന്നെ ഈ ഒരു ലിക്കർ ഷോപ്പ്, ഇതൊക്കെയാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ. പിന്നെ അവരുടെ നിങ്ങളുടെ ബിസിനസ് ലൊക്കേഷൻ അവരുടെ നെഗറ്റീവ് ലൊക്കേഷനിൽ ആകരുത്. അങ്ങനെ ആയാൽ കിട്ടില്ല. ട്രസ്റ്റ്, NGO, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇത് എലിജിബിൾ അല്ല ലോൺ എടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളവരാരും അപ്ലൈ ചെയ്യരുത്. ആദിത്യ ബിർള SME ലോണാണ്. ക്രെഡിറ്റ് സ്കോർ വേണ്ടത് 700 ആണ്. ആധാർ ലിങ്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് മസ്റ്റായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഇനി വാലിഡ് ബിസിനസ് പ്രൂഫ്, പാൻ കാർഡ് ലിങ്ക്, നിങ്ങളുടെ GSTയുമായിട്ട് പാൻ കാർഡ് ലിങ്ക് ചെയ്ത ആളായിരിക്കണം. ഏജ് വരുന്നത് 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ. മന്ത്ലി ഇൻകം നിങ്ങൾക്ക് മസ്റ്റായിട്ടും 60,000 ആൻഡ് എബോവ് വേണം. ബിസിനസ് രജിസ്ട്രേഷൻ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷത്തോളം ആയിരിക്കണം.
ബിസിനസ് ടേൺ ഓവറിന് 5 ലക്ഷമാണ്. ലാസ്റ്റ് 6 മാസത്തിൽ 5 ലക്ഷം ടേൺ ഓവറാണ് ഇതിൽ വേണ്ടത്. പിന്നെ നോ ഡിലേ, ഓവർ ഡ്യൂ അനദർ ലോൺ, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ്. ഇതിന് ഈ മുമ്പ് ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലോ ഓവർ ഡ്യൂ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 ബിസിനസ്സുകാർക്കാണ്. ബിസിനസ്സുകാർ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി SMFG പേഴ്സണൽ ലോണാണ്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. നെറ്റ് മന്ത്ലി 25,000 മുകളിൽ സാലറി ഉള്ളവർക്കാണ് വേണ്ടത്. മീൻസ് മിനിമം 12 മാസത്തിനുള്ളിൽ നിങ്ങൾ ജോലി ചെയ്ത കമ്പനിയിൽ എക്സ്പീരിയൻസ് വേണം. ബാക്കി ഡീറ്റെയിൽസിനാണ് കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കുക. ഇത് IIFLൻ്റെ ബിസിനസ് ലോണാണ്. സെൽഫ് എംപ്ലോയീസിന് മാത്രം 770 സിബിൽ സ്കോർ വേണം. പിന്നെ എന്താ പറയുന്നത്, പാൻ കാർഡും ആധാർ കാർഡും വേണം. ആധാർ മീൻസ് സിബിൽ ക്ലിയർ ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതെല്ലാം വായിച്ച് നോക്കുക. മസ്റ്റായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ ഈ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കുക. അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് എലിജിബിൾ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ടാറ്റ ക്യാപിറ്റലിലെ ബിസിനസ് ലോണാണ് എഴുതിയിരിക്കുന്നത്. 21 മുതൽ 65 വയസ്സ് പ്രായം വേണം. സെൽഫ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുകയുള്ളൂ. മിനിമം ബാങ്ക് ബാലൻസ് 5,000 രൂപയെങ്കിലും വേണം. ബിസിനസ് നിങ്ങളുടെ സ്റ്റേബിളും പ്രോഫിറ്റബിളുമായിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. ക്രെഡിറ്റ് സ്കോർ 700 ആയിരിക്കണം. ഒരുവിധമുള്ള ആൾക്കാർക്കെല്ലാം കിട്ടുന്ന ബിസിനസ് ലോണാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ബിസിനസ്സുകാരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 5,000 രൂപ ഉണ്ടായിരിക്കും. സ്മാർട്ട് കോയിൻ എന്നൊരു ഓപ്ഷനാണ്. അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കുക. അപ്പോൾ 24 മുതൽ 45 വയസ്സിലുള്ളവർക്ക് ലഭിക്കും. സാലറീസിനും സെൽഫ് എംപ്ലോയീസിനും കിട്ടും. ഇൻകം വേണ്ടത് 20,000 രൂപയാണ് സാലറി വേണ്ടത്. പിന്നെ നിങ്ങളുടെ സെയിൽസിലാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ 3 ലക്ഷം രൂപ ടേൺ ഓവർ വേണം. പിന്നെ സ്റ്റുഡൻസിന് കിട്ടില്ല, ഹൗസ് വൈഫിനോ അൺഎംപ്ലോയീസ് ജോലിയില്ലാത്ത ആർക്കും കിട്ടുകയില്ല. ക്രെഡിറ്റ് സ്കോർ 650 വേണ്ടത്. അപ്പോൾ പിന്നെ മുമ്പത്തെ നിങ്ങളുടെ സിബിൽ സ്കോർ 1 വർഷത്തിനുള്ളിൽ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇനി ഇൻസ്റ്റാ മണി ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ചാനലിലുള്ളവർക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 12,000 രൂപ സാലറി, 21 വയസ്സ് മുതൽ 45 വയസ്സുള്ളവർക്ക് കിട്ടിയുള്ളൂ. ക്രെഡിറ്റ് സ്കോർ നോട്ട് റിക്വയർഡ് ബട്ട് നോട്ട് എലിജിബിൾ ഇഫ് ദർ ഇസ് ഡ്യൂഫോൾട്ട് ഓർ പെൻഡിങ് ഡ്യൂസ്. ക്രെഡിറ്റ് സ്കോർ ഇവിടെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ഡ്യൂസോ EMI പേയ്മെൻറ്റ് ഡിലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടില്ല. അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.